ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. നമ്മൾ ഇത്രയും നാൾ കാണാൻ അല്ലെങ്കിൽ ഇത്രയാണ് കാത്തിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം തന്നെയായിരുന്നു ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കളിയുടെ ആദ്യ മിനിറ്റ് താളം വന്ന് കണ്ടെത്താൻ ഇച്ചിരി ലേറ്റ് ആയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് അതിശക്തമായി തന്നെ തിരിച്ചു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. ആദ്യ മിനിറ്റിൽ തന്നെ ഹൂപ്പറിനും മൊറയ്ക്കും ഒരു ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഗോളാക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുമില്ലായിരുന്നു. അതിനുശേഷം ഒന്ന് അളന്നെടുത്ത ഫക്കുണ്ടോ പെരയുടെ സൂപ്പർ ഫ്രീ കിക്ക് കോസ്റ്റ ഗോൾ അടിക്കുന്നതും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ലീഡിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേ മിസ്സുകളൊക്കെ നടന്ന് ഒന്ന് പൊസിഷനൊക്കെ നമ്മുടെ കൈ നഷ്ടപ്പെട്ടതിന് ശേഷം പെനാൽറ്റി ബോക്സിന് ഫ്രണ്ടിൽ വെച്ച് ലാലുവ ധാര അലക്സ് ലീബെ ഒന്ന് ഫൗൾ ചെയ്യുന്നു. അങ്ങനെ വാൾസ്കിസിന് കിട്ടി ആ ഫ്രീ കിക്ക് അതിമനോഹരമായി തന്നെ ഗോളാക്കി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കളിയിൽ എടുത്തു പറയേണ്ട ഒരു താരമാണ് ലാലുവ ധാര. അവൻ അനാവശ്യമായി കുറേ ഫിസിക്കലായി കളിക്കുകയും അതുപോലെ അനാവശ്യമായി കുറേ പേരെ ഫൗൾ ചെയ്യുക, അതുപോലെ തന്നെ മിസ് ക്ലിയറൻസ് ഇതെല്ലാം കണ്ട് അവസാനം 2 യെല്ലോ കാർഡ് കിട്ടി അദ്ദേഹം പുറത്താകുന്നു. 10 പേരെ ചുരുങ്ങിയ ഒരു തിരിച്ചുവരവ് ഇനി ഇല്ലെന്ന് തന്നെ പ്രതീക്ഷിച്ചു. കാരണം 10 പേര് വെച്ചായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അതിനുശേഷം കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഫക്കുണ്ടോ പെരേര, ജോർഡൻ മൊറ ഇവർ 2 പേരുടെ കൂടി ചേർന്ന് 2 ഗോളുകളാണ് സ്കോർ ചെയ്തത്. കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ കളി വിജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എടുത്തു വരേണ്ട കുറേ പേരുകളാണ് വിസന്റെ ഗോമസ്, ഫക്കുണ്ടോ പെരേര, ജോർഡൻ മൊറ, ഹൂപ്പർ, അതുപോലെ തന്നെ കോസ്റ്റ. ഈ ഫോറിനേഴ്സ് എല്ലാം ഇന്ന് അത്യാവശ്യം നല്ല എഫേർട്ട് തന്നെ എടുത്ത്. എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ കളിക്കാരൊക്കെ കൂടുതൽ എഫേർട്ട് എടുത്ത് കളിച്ചത് ഇവർ തന്നെയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആശിച്ച ഒരു റിസൾട്ട് തന്നെ നമുക്ക് ലഭിച്ചു. ഈ മത്സരം കൂടെ കഴിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് റെഫറിമാർക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കും. കാരണം റെഫറിമാരുടെ ഭാഗത്ത് അത്രയും ഒരു മോശം റെഫറിങ് ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ധാരയുടെ കാര്യത്തിൽ കിട്ടേണ്ട റെഡ് കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ബാക്കിയുള്ള നിമിഷങ്ങളിൽ ഫക്കുണ്ടോ പെരേര തുടങ്ങിയ കളിക്കാർക്കൊക്കെ യെല്ലോ കാർഡ് കൊടുത്ത് എന്തൊരു അടിസ്ഥാനത്തിലാണ് ഇതുവരെ നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെയായാലും ഇന്ന് ദംഷപ്പൂരിന് കളിക്കാൻ ഒരാൾക്ക് പോലും യെല്ലോ കാർഡ് ലഭിച്ചിട്ടില്ല. അനവധി ഫൗളുകളും അവർ നമുക്കെതിരെ ചെയ്തിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് 2ാമത്തെ ജയവും അവർ ISL സീസണിൽ കുറിച്ച് കഴിഞ്ഞു. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രീ സീസണിൽ തോപ്പിച്ച 2 ടീമിനെ നമ്മൾ ISL സീസണിലും തോപ്പിച്ചിട്ടുണ്ട്. വീഡിയോയുടെ അവസാനിക്കുന്ന വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.